നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കടത്തുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നല്ലോ. കടത്ത് പോകുമ്പം കടത്തുകാരൻ്റെ കൂടെ ചിലപ്പോൾ കടത്തുകാരൻ കൊണ്ടുവന്ന വഞ്ചിയുടെ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പക്ഷികളൊക്കെ വന്നിരിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ പക്ഷി മാത്രമേ കാണത്തുള്ളൂ. അത് മീനെ കാണുമ്പോൾ ചാടി പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മുടെ കഥയിലെ കഥാനായകനായ കടത്തുകാരനോടൊപ്പം എന്നും ഒരു മരംകൊത്തിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മരംകൊത്തി ഈ കടത്തുകാരനോട് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഷയിൽ സംസാരിക്കാറുണ്ടായിരുന്നു. കഥയാണ്, അതുകൊണ്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഇയാളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇരുന്ന ഒരാളാണ് ഈ പറഞ്ഞ മരംകൊത്തി. ഒരു ദിവസം ഈ പറഞ്ഞ കടത്ത് വഞ്ചിയിൽ ഒരു ചെറിയ ദ്വാരം വന്നിട്ട് വെള്ളം അതിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ കടത്തുകാരൻ പറഞ്ഞു, ഇതിനകത്ത് വെള്ളം കയറുന്നുണ്ടല്ലോ, വഞ്ചിയുടെ കാര്യത്തിൽ വലിയ അപകടമാവുമല്ലോ, നീ പറന്നു പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഈ കടത്തുകാരനോട് ഈ പറഞ്ഞ മരംകൊത്തിക്ക് കുറേ നാളായിട്ടൊരു ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നു. വൈരാഗ്യം വേറൊന്നുമല്ല, പല പ്രാവശ്യവും വിചാരിച്ചിട്ടുണ്ട് ഈ കടത്തുകാരൻ്റെ ഇരിക്കുന്ന കമ്പ് നല്ല രസമുള്ള കമ്പാണ്, അതൊന്ന് കുത്തി കിഴിച്ചാൽ കൊള്ളാമെന്ന്, നല്ല ഉരുണ്ടിരിക്കുന്ന കമ്പ് കുത്തി കിഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതായത് സമ്മതിക്കാത്തതിൻ്റെ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ മരംകൊത്തി പറഞ്ഞു, ഞാൻ അതിൻ്റെ ഇപ്പുറത്തൊരു കിഴുത്ത് ഇട്ട് തരാം, അതിലേക്ക് കയറുന്ന വെള്ളം ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് നമ്മുടെ കൂടെ കൂടുന്ന ചിലരുടെയൊക്കെ ഉള്ളിലിരിപ്പെന്ന് അറിഞ്ഞുകൊണ്ട് നോക്കി ജീവിച്ചു പോയില്ലെങ്കിൽ പണി മേടിക്കും.